നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 55,000 സ്ക്വയർ ഫീറ്റിൽ ഒരു കാർപ്പറ്റ് ഫ്ലവർ ഷോ നടത്തപ്പെടുകയാണ്. അതും നമ്മുടെ സ്വന്തം കൊച്ചി മറൈൻ ഡ്രൈവിൽ. ഏകദേശം 1.5 ലക്ഷം ചെടികളും അതിൻ്റെ വെറൈറ്റികളും അണിനിരക്കുന്ന ഈ ഒരു അത്ഭുത കാഴ്ച ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സോ വെൽക്കം ടു ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഷോ. പല നിറത്തിലും മണത്തിലും പരന്നു കിടക്കുന്ന ഈ പൂക്കൾ ഭയങ്കര ഫീൽ വരുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസാന്തിമത്തിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനാണ്. നെതർലാൻഡ്സിലെ തണുപ്പിൽ നിന്ന് കൊണ്ടുവന്ന് വിത്തുകൾ പൂനെയിൽ വളർത്തി കേരളത്തിലേക്ക് എത്തിച്ചതാണ് ഇതിനെ. 4 മാസം വരെ ആയുസുള്ള ഇതിൻ്റെ ഗ്രീൻ, വൈറ്റ് എന്നീ കളർ വേരിയൻറ്റുകളാണ് ഇവിടെയുള്ളത്. ഈ ചെടി നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് പോയിൻസെറ്റിയ എന്നാണ്. പണ്ട് ക്രിസ്മസ് കാർഡുകളിലൊക്കെ പ്രിന്റ് ചെയ്ത് വന്നിരുന്ന ഒരു ഫ്ലവറാണിത്. ഫ്ലവർ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഇതിൻ്റെ ഇലകളാണ് ഹൈലൈറ്റ്. ഈ ഇലകൾക്ക് അടിയിൽ ഒളിച്ചിരിക്കുന്ന രീതിയിലാണ് പൂക്കൾ ഉണ്ടാവുക. ക്രിസ്മസ് കാലത്തുണ്ടാവുന്നത് കൊണ്ട് തന്നെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ ചെടിയുടെ നിറവും പതിയെ മാറി വരാറുണ്ട്. ഇത് കല്ലാലില്ലി. ഈ ഫ്ലവർ ഷോയിലെ തന്നെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയ ഒരു ചെടിയാണിത്. ഇതിൻ്റെയും ഒറിജിൻ നെതർലാൻഡ്സ് തന്നെയാണ്. കേരളത്തിലെ ഒരു നഴ്സറിയിലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാന്റാണിത്. ബൊക്കകളിലും മറ്റുമായിട്ട് ഇതിൻ്റെ പൂക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് കല്ലാലില്ലിയുടെ ചെടി. ഇതൊരു ഹ്യൂമൻ മെയ്ഡ് കൂണാണ്. തെങ്ങിൻ്റെ തടി പെയിൻറ് ചെയ്താണ് സ്റ്റെമ്മായി ഉപയോഗിച്ചിട്ടുള്ളത്. ക്യാപ്പിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ക്രിസാന്തിമംസിൻ്റെ ഹൈബ്രിഡ് ഫ്ലവറുകളാണ്. ഇത്തരം 15ഓളം കൂണുകൾ നമുക്ക് സ്റ്റാളിൻ്റെ പല വശങ്ങളിലായി കാണാം. ഈ കാണുന്ന മയിലില്ലേ, ഇത് മുഴുവനും പച്ചമുളകുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. ഏതാണ്ട് 37,000ഓളം മുളകുകൾ കളറടിച്ച് ഒട്ടിച്ചു ചേർത്താണ് ഈ മയിലിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഊട്ടിയിൽ മാത്രം കാണുന്ന ഫ്യൂഷി അഥവാ ഡാൻസിംഗ് ഗേൾ എന്ന ചെടിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് സാൽവിയ. ഇതൊരു ക്രിസ്മസ് സീസൺ ഫ്ലവറാണ്. ക്രിസ്മസ് വന്നാൽ ഉടനെ പൂവിടുന്ന ഒരു വിഭാഗം ചെടിയാണിത്. കഴിഞ്ഞ 41 വർഷമായിട്ട് എറണാകുളം ജില്ലാ അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ് ഈ ഫ്ലവർ ഷോ നടത്തിയിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് GCDAയുമായി സഹകരിച്ച് ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിലാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ നടത്തിവരുന്നത്. ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് ഓരോ ഐലൻഡുകൾ എന്ന കൺസെപ്റ്റിലാണ് ഈ ചെടികളുടെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന സ്റ്റാച്യുകളും വലിയ ചട്ടികളുമൊക്കെ ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശവും ഈ ഫ്ലവർ ഷോയുടെ പിന്നിലുണ്ട്. 5000ഓളം വരുന്ന ഓർക്കിഡുകൾ, 1200ഓളം അഡീനിയം, റോസാപ്പൂവിൻ്റെ എല്ലാ വെറൈറ്റികളും എന്നിവയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് ക്രിയേറ്റീവായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോൺസായി ചെടിയാണ്. ഇവിടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു അഗ്രികൾച്ചറൽ ക്ലിനിക് ഉണ്ട്. ചെടികൾ സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് മറുപടി നൽകുന്നതാണ്. ഇത് കൂടാതെ സ്റ്റാളിനോട് ചേർന്ന് കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ, ഫുഡ് കോർട്ട്, മറ്റ് എൻ്റർടൈനിങ് പ്രോഗ്രാംസ് എന്നിവയും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പൂക്കളും പുതുമകളും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു വട്ടം ഇവിടെ വിസിറ്റ് ചെയ്യണം. ഈ ഫ്ലവർ ഷോ നിങ്ങളെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, HMT ജംഗ്ഷൻ.